ഹലോ, ജിഞ്ചർ ഗാർലിക് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ BDF എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് കാണിക്കാൻ പോകുന്നത്. നെയ്യില്ലാത്ത ബീഫാണ് അതിന് വേണ്ടിയിട്ട് എടുക്കേണ്ടത്. BDF എന്ന് പറഞ്ഞാൽ ബീഫ് ഡ്രൈ ഫ്രൈ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നെയ്യില്ലാത്തൊരു 1/2 കിലോ ബീഫ് ഞാൻ മേടിച്ചിട്ടുണ്ട്. ഇനി ഞാൻ അതിനെ ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്താണ് മേടിച്ചിരിക്കുന്നത്. എന്നാലും നമുക്ക് വേവിച്ചതിന് ശേഷം വീണ്ടും ഒന്നുകൂടെ ചെറുതായിട്ട് നീളത്തിന് കട്ട് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കട്ടയായിട്ടുള്ള പീസാണ് മേടിക്കുന്നതെങ്കിൽ അങ്ങനെ തന്നെ ഇട്ട് വേവിച്ചതിന് ശേഷം നമുക്ക് ആവശ്യമുള്ള നീളത്തിന് കട്ട് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്കൊരു 1/4 ടേബിൾ സ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും 1/2 ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി ചില്ലി പൗഡറും ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഒരു 1/2 ടേബിൾ സ്പൂൺ അളവിൽ നമുക്ക് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇത് വേകാൻ ആവശ്യത്തിന് ഒരു 1/4 കപ്പ് അളവിൽ വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വെള്ളം ഓവറാകാൻ പാടില്ല, കാര്യം ബീഫിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങും. നമുക്ക് ഇതിൻ്റെ ഈ വെള്ളം കൊണ്ടിട്ട് വളരെ കുറച്ച് മാത്രമേ ഈ ബീഫ് വെന്ത വെള്ളത്തിൻ്റെ ആവശ്യം പിന്നീട് ആവശ്യമായിട്ട് വരുന്നുള്ളൂ. അതുകൊണ്ടിട്ട് വെള്ളം കുറച്ച് തന്നെ മതിയാകും. ഇനി എല്ലാം കൂടെ നല്ലതുപോലെ നമുക്കൊന്ന് മിക്സാക്കി എടുക്കാം. പിന്നെ വേവിക്കുമ്പോഴത്തേക്ക് പ്രത്യേകം ശ്രദ്ധിക്കുക, ഓവർ കുക്കായി വന്നു കഴിഞ്ഞാൽ നമ്മളിത് കട്ട് ചെയ്യുന്ന സമയത്ത് ഇത് പൊടിഞ്ഞു പോകാൻ ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ടിട്ട് ഞാനിപ്പോൾ എന്നിട്ട് 4 വിസിൽ വന്നപ്പോൾ തന്നെ ഓഫാക്കി, എന്നിട്ട് അതൊന്ന് തണുത്ത് വന്നപ്പോഴത്തേക്ക് കട്ട് ചെയ്താണ് എടുക്കുന്നത് കേട്ടോ. കണ്ടോ, ഞാനിപ്പോൾ അതൊന്ന് തണുത്ത് വന്നപ്പോഴത്തേക്ക് ഇതേപോലെ നീളത്തിന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ബീഫ് മാരിനേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ആവശ്യത്തിനായിട്ട് 1 ടേബിൾ സ്പൂൺ അളവിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും 1/4 ടേബിൾ സ്പൂൺ അളവിൽ ക്രഷ്ഡ് ചില്ലിയും, പിന്നെ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നിറയെ കോൺഫ്ലവർ, 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാല പൗഡർ ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ അളവിൽ പെരിഞ്ജീരകം പൊടിച്ചതും കൂടെ ഇട്ട് കൊടുക്കാം. പെരിഞ്ജീരകം അഥവാ വലിയ ജീരകം. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഉപ്പ് ഓൾറെഡി നമ്മൾ ബീഫ് വേവിക്കാൻ നേരം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ചിട്ടുള്ള ഉപ്പ് മാത്രമേ ഈ സമയത്ത് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. അടുത്ത് നമ്മളിതിലേക്ക് ആഡ് ചെയ്യുന്നത് നമ്മൾ നേരത്തെ ബീഫ് വേവിച്ച വെള്ളം ഉണ്ടല്ലോ, അതാണ് ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഈ വെള്ളം ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ ഈ അരപ്പ് നമ്മൾ മിക്സ് ചെയ്ത് എടുക്കുന്നത്. അപ്പോൾ ആദ്യം കുറച്ച് ഒഴിച്ച് നോക്കുക, എന്നതിന് ശേഷം അത് കുഴഞ്ഞ് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ കുറച്ചുകൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ 1 ടീസ്പൂൺ അളവിൽ വിനീഗറും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കൈ കൊണ്ട് തന്നെ നല്ലതുപോലെ അരപ്പൊന്ന് ഇതെല്ലാം കൂടെ കൂട്ടി യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ നേരത്തെ വേവിച്ചിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫിൻ്റെ പീസസ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് വളരെ സാവകാശം ഇതിനെ മിക്സ് ചെയ്തെടുക്കണം. പ്രത്യേകം ശ്രദ്ധിക്കുക, വളരെ സാവകാശത്തിൽ തന്നെ മിക്സ് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഈ ബീഫെല്ലാം പൊടിഞ്ഞു പോകും. കണ്ടോ, ഇനി നമുക്ക് ഇതിനൊരു 30 മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാവുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ 30 മിനിറ്റ് കഴിഞ്ഞിട്ട് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വയ്ക്കാം. എന്നിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി നിങ്ങൾക്ക് കോക്കനട്ട് ഓയിലോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ ഏതാണെന്ന് വെച്ചാൽ നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഓയിൽ എടുക്കുക. ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്തേക്കുന്നത്. ഒരു സൈഡ് 2 മിനിറ്റ് വരെ ഇട്ടതിന് ശേഷം വേണം മറിച്ചിട്ട് കൊടുക്കാൻ. ഇപ്പം നമ്മുടെ ഒരു സൈഡ് റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ ഒന്ന് പതിയെ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒത്തിരി അങ്ങോട്ട് കരിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാനിപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ചെയ്യുന്നത്, കാര്യം നമ്മൾ വേവിച്ചതാണല്ലോ ബീഫ്. ഇപ്പോൾ കണ്ടോ, നമ്മുടെ BDF ഇവിടെ റെഡി ആയിട്ടുണ്ട്.
ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു 3 പച്ചമുളക് കട്ട് ചെയ്തെടുത്തതാണ്. പിന്നെ നമ്മൾ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മുളകും കറിവേപ്പിലയും എല്ലാം റെഡിയായി കിട്ടിയിട്ടുണ്ട്. നമുക്കതിനെ നമ്മുടെ ബീഫിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക, ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാകും. അങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായാൽ എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ഓൾ എന്ന് പറയുന്ന ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കുക. ഇനി നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് നാരങ്ങ ജ്യൂസും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കിടുക്കാച്ചയായിട്ടുള്ള ബീഫ് ഡ്രൈ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.